ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓഗസ്റ്റ് 15 വരാനിരിക്കുകയാണ്. അതുകൊണ്ട് ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടറിന് നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റുകൾ ആരൊക്കെയാണ് ആ മന്ത്രിസഭയിൽ രാജിവെച്ചത് എന്നിവയും നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എങ്ങനെയാണ് സംഭവിച്ചതെന്നും നാട്ടുരാജ്യങ്ങൾ അത് 582 അതിനെക്കുറിച്ചും ആയിട്ടുള്ള ആദ്യ ഒരു സെക്ഷനും തുടർന്ന് അതിർത്തിയിലെ നാട്ടുരാജ്യങ്ങളെക്കുറിച്ചുള്ള ഒരു സെക്ഷനും കൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ സെക്ഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായ അധികാരമേറ്റ മന്ത്രിസഭയിൽ ഉപപ്രധാനമന്ത്രിയായിരുന്നു സർദാർ പട്ടേലിനെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയും നൽകിയിരുന്നു. മുൻ കൊച്ചി ദിവാൻ RK ഷൺമുഖം ചെട്ടി ധനമന്ത്രിയും അകാലിദൾ നേതാവ് സർദാർ ബൽദേവ് സിംഗ് പ്രതിരോധ മന്ത്രിയുമായിരുന്നു. മലയാളിയായ ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു റെയിൽവേ ഗതാഗത വകുപ്പുകളുടെ മന്ത്രി. മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. ജനസംഘത്തിൻ്റെ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിക്കായിരുന്നു വ്യവസായ വകുപ്പിൻ്റെ ചുമതല. ബാബാസാഹേബ് ഡോക്ടർ BR അംബേദ്കർ നിയമവകുപ്പും ജഗജീവൻ റാം തൊഴിൽ വകുപ്പും കൈകാര്യം ചെയ്തിരുന്നു. മന്ത്രിസഭയിലെ ഏക വനിതയായിരുന്ന രാജ്കുമാർ അമൃത് കൗർ ആരോഗ്യവകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനായിരുന്നു കൃഷി ഭക്ഷ്യവകുപ്പുകളുടെ ചുമതല. റാഫി അഹമ്മദ് ഖിദ്വായിക്ക് വാർത്താവിനിമയ വകുപ്പിൻ്റെയും NV ഘാഡ്ഗിലിന് ഊർജ ഖനി വകുപ്പുകളുടെയും ചുമതലയായിരുന്നു. CH ഭാവയായിരുന്നു വാണിജ്യ വകുപ്പ് മന്ത്രി. പുനരധിവാസ വകുപ്പിൻ്റെ ചുമതല KC നിയോഗിക്കായിരുന്നു. N ഗോപാലസ്വാമി അയ്യങ്കാർ, മോഹൻലാൽ സക്സേന എന്നീ 2 വകുപ്പില്ലാ മന്ത്രിമാർ ഉൾപ്പെടെ മന്ത്രിസഭയുടെ അംഗബലം 17 ആയിരുന്നു. മന്ത്രിമാരുടെ രാജി. സ്വതന്ത്ര ഇന്ത്യയെ രാജിവെച്ച ആദ്യ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി RK ഷൺമുഖം ചെട്ടിയാണ്. 1949 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജി. RK ഷൺമുഖം ചെട്ടിക്ക് ശേഷം KC നിയോഗിയെ ധനവകുപ്പ് ഏൽപ്പിച്ചു. എന്നാൽ 35 ദിവസങ്ങൾക്ക് ശേഷം ചുമതല വഹിച്ചതിന് ശേഷം ശ്യാമപ്രസാദ് മുഖർജിക്കൊപ്പം രാജിവെച്ച അദ്ദേഹത്തിന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് അവസരം ലഭിച്ചില്ല. 1950 അദ്ദേഹവും രാജിവെച്ചു. തുടർന്ന് ധനമന്ത്രിയായ ജോൺ മത്തായിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ മലയാളിയുമാണ് അദ്ദേഹം. ആസൂത്രണ കമ്മീഷൻ്റെ അധികാരം വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് അദ്ദേഹവും രാജിവെച്ചു 1950. തുടർന്ന് കേന്ദ്ര ധനമന്ത്രിയായത് മുൻ റിസർവ് ബാങ്ക് ഗവർണർ CD ദേശ്മുഖാണ്. 1950 മെയ് 29 മുതൽ 1957 വരെ അദ്ദേഹം പദവിയിൽ തുടർന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി RK ഷൺമുഖം ചെട്ടിയാണ്. 1947 നവംബർ 26 അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ജനറൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ ധനമന്ത്രി CD ദേശ്മുഖാണ്. അദ്ദേഹം 1952 ജനറൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 1950 ഏപ്രിലിൽ ശ്യാമപ്രസാദ് മുഖർജിയും KCയും നിയോഗിയും രാജിവെച്ചു എന്നെങ്കിലും 1951 സെപ്റ്റംബർ 27 ബാബാസാഹേബ് ഡോക്ടർ അംബേദ്കർ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേന്ദ്രമന്ത്രിയാണ് സർദാർ പട്ടേൽ. 1950 ഡിസംബർ 15 അദ്ദേഹത്തിന് ശേഷം ആഭ്യന്തരമന്ത്രിയായ C രാജഗോപാലാചാരി 1951 ഒക്ടോബർ 25 രാജിവെച്ചു. അദ്ദേഹത്തിന് പകരം കൈലാസ്നാഥ് ഖഡ്സെ ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്. 1949 മുതൽ 1952 വരെ RR ദിവാകറാണ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പിൻ്റെ ചുമതല വഹിച്ചത്. കർണാടകത്തിലെ
കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം. കൃഷി വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് പകരം ബീഹാറിലെ ആദ്യ ഗവർണറായിരുന്ന ജയറാം ദാസ് ദൗലത് റാമിനെ നിയമിച്ചു. 1948 സെപ്റ്റംബർ 22 മുതൽ റെയിൽവേ ഗതാഗത വകുപ്പുകളുടെ ചുമതല വഹിച്ചിരുന്ന എൻ ഗോപാലസ്വാമി അയ്യങ്കാറായിരുന്നു. 4 വർഷവും 8 മാസവുമായിരുന്നു ഒന്നാം ക്യാബിനറ്റിൻ്റെ കാലാവധി. ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റുവും ഉപാധ്യക്ഷൻ ഗുൽസാരി നന്ദയുമായിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 2 തരം പ്രദേശങ്ങളാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങളായിരുന്നു ഒരു വിഭാഗം. ബ്രിട്ടീഷുകാരുടെ അധീശത്വം അംഗീകരിച്ചതും പാരമ്പര്യമായി ഭരണനിർവഹണം നടന്നു പോന്നിരുന്നതുമായ നാട്ടുരാജ്യങ്ങളായിരുന്നു രണ്ടാമത്തത്. ഇവയെ കൂടാതെ ഫ്രഞ്ചുകാരുടെയും പോർച്ചുഗീസുകാരുടെയും വകയായ നിരവധി കൊളോണിയൽ എൻക്ലേവുകളും ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നു. ഇവയെ ഏകീകരിക്കുക എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. തുടർന്ന് തൊട്ടടുത്ത ദശകത്തിലാണ് അത് സാക്ഷാത്കരിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വിസ്തീർണത്തിൻ്റെ 1/3 നാട്ടുരാജ്യങ്ങളായിരുന്നു. ബ്രിട്ടീഷ് അധീശത്വം അംഗീകരിച്ചിരുന്നപ്പോഴും ആഭ്യന്തര കാര്യങ്ങൾ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കാൻ നാട്ടുരാജ്യങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നു. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നതോടെ നാട്ടുരാജ്യങ്ങൾക്ക് മേലുള്ള അധീശത്വം അവസാനിക്കുമെന്ന് നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ സ്വതന്ത്രമായി നിലനിൽക്കാനോ അവകാശമുണ്ടായിരിക്കുമെന്നും വ്യക്തമാക്കപ്പെട്ടിരുന്നു. അതിനാവശ്യമായി തീരുമാനമെടുക്കേണ്ടത് നാട്ടുരാജ്യങ്ങളുടെ പ്രജകളും അവിടുത്തെ ഭരണാധികാരികളുമായിരുന്നു. ഇത് ഒരു ഏകീകൃത ഇന്ത്യയുടെ രൂപവത്കരണത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യം സംജാതമാക്കി. എന്നാൽ ജനങ്ങളുടെ അഭിലാഷം ഇന്ത്യയുടെ ഭാഗമാകുന്നതിന് അനുകൂലമായിരുന്നു. 582 നാട്ടുരാജ്യങ്ങൾ. സ്വതന്ത്രലബ്ധിയുടെ സമയത്ത് 562 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയതും കാശ്മീരും ഏറ്റവും ജനസംഖ്യ കൂടിയത് ഹൈദരാബാദുമായിരുന്നു. രാജപുത്താന, ജുനഗഡ്, കുച്ച് ബിഹാർ, മൈസൂർ, തിരുവിതാംകൂർ, മണിപ്പൂർ, ത്രിപുര, ബറോഡ, രാംപൂർ, ബനാറസ് എന്നിവയായിരുന്നു പ്രമുഖ നാട്ടുരാജ്യങ്ങൾ. സ്വതന്ത്രമായ നിലനിൽക്കുന്നതും സംബന്ധിച്ച പ്രഖ്യാപനം തിരുവിതാംകൂറും ഹൈദരാബാദും നടത്തി. പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഭരണപാഠവുമാണ് നാട്ടുരാജ്യങ്ങളെ വിജയകരമായി ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സഹായകരമായത്. നാട്ടുരാജ്യ വകുപ്പും സെക്രട്ടറിയും മലയാളിയുമായ VP മേനോനാണ് ഈ പ്രവർത്തനങ്ങളിൽ പട്ടേലിൻ്റെ വലംകൈയായി പ്രവർത്തിച്ചത്. തന്ത്രപരവും കർശനവുമായ നടപടികളിലൂടെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനാവശ്യമായ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കാൻ പട്ടേലിന് കഴിഞ്ഞു. ആയതിനാൽ അദ്ദേഹവും ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. പുതുതായി നിലവിൽ വരാൻ പോകുന്ന ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന നാട്ടുരാജ്യങ്ങൾ മിക്കവയും 1947 ഓഗസ്റ്റ് 15 മുമ്പ് തന്നെ ഇന്ത്യയുമായി ചേരുന്നതിനുള്ള ലയനക്കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ, മണിപ്പൂർ എന്നീ രാജ്യങ്ങളുടെ വിസമ്മതം തലവേദന സൃഷ്ടിച്ചിരുന്നുവെങ്കിലും സ്റ്റിൽ എഗ്രിമെൻറ്റ്, ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ എന്നീ ഉടമ്പടികളാണ് ഇതിനായി ഏർപ്പെടുത്തിയിരുന്നത്. നിലവിലുള്ള വ്യവസ്ഥകളും ഭരണക്രമവും നിലനിർത്തുന്നതിനുള്ള ഉടമ്പടിയായിരുന്നു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെൻറ്റ്. പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നീ അധികാരങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിലും മറ്റ് ആഭ്യന്തര അധികാരങ്ങൾ നാട്ടുരാജ്യങ്ങന്മാരിലും നിഷ്പക്ഷമായ വ്യവസ്ഥ ചെയ്യുന്നതിന് കരാറായിരുന്നു ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷൻ. സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് നമ്മുടെ തലമുറ മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനാൽ നമ്മൾ ഈ ഇന്ത്യയുടെ ചരിത്രത്തെ കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുവാനതിന് വേണ്ടി നമ്മുടെ ശ്രമം 2025 ഒരു പൂർണ്ണ സ്വരാജിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായി ഒത്തുചേരാം, നമുക്ക് അണിചേരാം. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.